ഇന്നലെ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ നായകൻ എ നജ്മുദ്ദീന്റെ സംസ്കാരം ഇന്ന് നടക്കും. കൊല്ലം ജോനകപ്പുറം വലിയ പള്ളിയിൽ രാവിലെ 9:30-ക്കാണ് ഖബറടക്കം. കേരള ഫുട്ബോളിൽ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് വിട പറഞ്ഞത്. കേരളത്തിന്റെ മറഡോണ എ നജ്മുദ്ദീൻ എന്ന കൊല്ലംകാരന് കായിക കേരളം ചാർത്തിക്കൊടുത്ത പേര്. കുറിയവനായതുകൊണ്ട് മാത്രമല്ല, അയാളുടെ അസാമാന്യമായ പന്തടക്കത്തിനും ഏത് പ്രതിരോധ കോട്ടയും പൊളിച്ച് നൈലോൺ വല തുളയ്ക്കാനുള്ള മികവിനുമുള്ള അംഗീകാരമായിരുന്നു ഫുട്ബോൾ ദൈവത്തെ ചേർത്തുള്ള ആ വിളി. കേരള ഫുട്ബോൾ സൃഷ്ടിച്ച എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിലൊരാളായിരുന്നു കൊല്ലം തേവള്ളി സ്വദേശിയായ നജ്മുദ്ദീൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ 1973-ൽ ടീമിലെ നിർണായക കണ്ണി. ഫൈനലിൽ ക്യാപ്റ്റൻ മണിക്ക് 2 തവണ ഗോളിലേക്കുള്ള വഴിയൊരുക്കിയ ടീമിലെ ബേബിയായ നജ്മുദ്ദീനായിരുന്നു. 75-ലെ സന്തോഷ് ട്രോഫിയിൽ മികച്ച താരമായും നജ്മുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1981 വരെ കേരളത്തിനായി പന്ത് തട്ടി. ഇതിനിടെ 79-ൽ ക്യാപ്റ്റന്റെ ആൻഡ് തേടിയെത്തി. ക്ലബ് ഫുട്ബോളിൽ ട്രാവൻകൂർ ടൈറ്റാനിയമായിരുന്നു നജ്മുദ്ദീന്റെ തട്ടകം. 2 പതിറ്റാണ്ടോളം ടൈറ്റാനിയത്തിനായി പന്തു തട്ടിയ നജ്മുദ്ദീൻ വിരമിച്ച ശേഷം അവരെ കളി പഠിപ്പിക്കാനുമെത്തി. ഒടുവിൽ 2009-ൽ അസിസ്റ്റന്റ് മാനേജറായാണ് ടൈറ്റാനിയത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതിനിടെ 2 തവണ ഇന്ത്യൻ കുപ്പായമണിയാനും നജ്മുദ്ദീനായി. ജീവിതത്തിൽ ഒരുപാട് മത്സരങ്ങൾ ജയിച്ച നജ്മുദ്ദീന് പക്ഷേ ക്യാൻസറിനെതിരായ പോരാട്ടത്തെ ജയിക്കാനായില്ല. 72-ാം വയസ്സിൽ ആ മഹാനായ സ്ട്രൈക്കർ ജീവിതത്തിൽ നിന്ന് ബൂട്ടഴിച്ചിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് 24.